ഹരി ഓം. 9-ാമത്തെ ശ്ലോകം നോക്കാം. കാരുണ്യാത് കാമമന്യം ദദതി ഖലു പരേ സ്വാത്മതത്വം വിശേഷാത് ഐശ്വര്യാദീശതേ അന്യേ ജഗതി പരജനേ സ്വാത്മനോപി ഈശ്വരത്വം ത്വയ്യുച്ചൈരാരമന്തി പ്രതിപദമധുരേ ചേതനാഃ സ്ഫീതഭാഗ്യാഃ ത്വം ച ആത്മാ രാമ ഏവേത്യതുലഗുണഗണാധാര ശൗരേ നമസ്തേ. ഏവേത്യതുല ഗുണഗണാധാര ശൗരേ നമസ്തേ. പദം ഇങ്ങനെയാണ് മുഖ്യ നോക്കാം. കാരുണ്യാത് കാമമന്യം, കാമം അന്യം എന്ന് വായിക്കണം. ദദതി ഖലു പരേ സ്വാത്മതസ്ത്വം, സ്വാത്മതഃ ത്വം ആണ് സ്വാത്മതസ്ത്വം. വിശേഷാത് ഐശ്വര്യ, ഐശ്വര്യാദീശതേന്യേ ഒരു വാക്കിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വിശേഷാത് ഐശ്വര്യാത് ഈശ തേ അന്യേ, ഇങ്ങനെയാണ് പദം മുറിക്കുമ്പോൾ വരിക. ഒരുപാട് പദങ്ങൾ മുറിച്ച് പോകണം. അപ്പോ വിശേഷാത് ഐശ്വര്യാത് ഈശ തേ അന്യേ ജഗതി പരജനേ സ്വാത്മനോ ഈശ്വരസ്ത്വം ആണുള്ളത് അല്ലേ. സ്വാത്മനഃ അപി ഈശ്വരസ്ത്വം, ഈശ്വരഃ ത്വം എന്ന് വരും. വിശേഷാത് ഐശ്വര്യാത് ഈശ തേ അന്യേ ജഗതി പരജനേ സ്വാത്മനഃ അപി ഈശ്വരഃ ത്വം ത്വയി ഉച്ചൈരാരമന്തി. ത്വം ഇതി ഉച്ചൈഃ ആരമന്തി, അതാണ് ത്വയി ഉച്ചൈരാരമന്തി പ്രതിപദമധുരേ ചേതനാഃ സ്ഫീതഭാഗ്യാസ്ത്വം എന്നുണ്ട്. അപ്പൊ സ്ഫീതഭാഗ്യാഃ ത്വം, സ്ത്വം ആ സാവാണ് ഇവിടെ വിസർഗമായിട്ട് വരിക. സ്ഫീതഭാഗ്യാഃ ത്വം ച ആത്മാരാമ, ച ചാത്മാരാമ എന്നുണ്ട്. അവിടെ ച ആത്മാരാമ. ഇനി ഏവേത്യതുല ഗുണഗണാധാര, ഏവേതി അതുല ഗുണഗണാധാര ശൗരേ നമസ്തേ എന്ന് വായിക്കണം. പറയുന്നു, മറ്റുള്ളവര് ദേവതമാരെ ദയഹേതുവായിട്ട് മറ്റു വല്ല അഭീഷ്ടങ്ങളും കൊടുക്കുന്നുണ്ടല്ലോ. എന്നാൽ ഗുരുവായൂരപ്പ അങ്ങുണ്ടല്ലോ വിശേഷിച്ചും അസാധാരണ കാരുണ്യത്താൽ, അങ്ങയുടെ അസാധാരണ കാരുണ്യത്താൽ ആത്മാവിനെ തന്നെ ദാനം ചെയ്യുന്നവനാണ്. അതായത് സായുജ്യമുക്തി തരുന്നവനാണ് ശ്രീ ഗുരുവായൂരപ്പൻ. മറ്റുള്ള ദേവന്മാർ ഐശ്വര്യം, അവരുടെ സ്വാമിത്വം ഈശ്വരത്വം ഹേതുവായിട്ട് ലോകത്തിൽ മറ്റുള്ളവരുടെ വിഷയത്തിൽ മാത്രം സ്വാമിത്വമുള്ളവരാകുന്നു. പക്ഷേ ഗുരുവായൂരപ്പ അവിടുന്നോ സ്വന്തം ആത്മാവിനു കൂടിയും ഈശ്വരനാണ്. മറ്റുള്ള ദേവന്മാരെന്നും അവർക്ക് ഈശ്വരനല്ല, അവർക്ക് മുകളിൽ ഒരു ഈശ്വരനുണ്ട്. പക്ഷേ ഗുരുവായൂരപ്പന്റെ മുകളിൽ ഒരു ഈശ്വരനില്ല എന്ന് പറഞ്ഞാൽ പരംബ്രഹ്മം തന്നെയാണ് ഗുരുവായൂരപ്പൻ. പരമ്പൊരുന്ന് സത്യസ്വരൂപത്തിന്, ആ ബ്രഹ്മത്തിന്, പരബ്രഹ്മത്തിന് ഈശ്വരൻ വേറെ ഇല്ലല്ലോ. ആ ബ്രഹ്മം തന്നെയാണല്ലോ ഈശ്വരൻ. അതുകൊണ്ട് ഗുരുവായൂരപ്പനാണ് പരബ്രഹ്മം, അത് സംശയമേ വേണ്ട.
എന്ന് പറയാണ്. അതാണ് ഇവിടെ ഗുരുവായൂരപ്പ അവർക്ക് മറ്റുള്ള വിഷയത്തിൽ മാത്രമേ സ്വാമിത്വമുള്ളൂ എന്ന് പറയാൻ കാരണം, ഗുരുവായൂരപ്പന് വേറൊരു സ്വാമിയില്ല, ഈശ്വരനില്ല. എല്ലാവർക്കും ഈശ്വരൻ ഗുരുവായൂരപ്പനാണ്. അങ്ങനെയുള്ള സ്ഥിരഭാഗ്യ എന്ന് പറഞ്ഞാല് തഴച്ച ഭാഗ്യമുള്ള ജീവികൾ എന്നർത്ഥം. അടിക്കടി ആസ്വാദ്യനായിത്തീരുന്ന അങ്ങയെ വിഷയമാക്കിക്കൊണ്ട് എന്തെന്നില്ലാത്ത ആഹ്ലാദം കൊള്ളുന്നുണ്ടല്ലോ ഭഗവാനെ. അവിടുന്നാകട്ടെ ആത്മാരാമൻ, അവനവനിൽ തന്നെ രമിക്കുന്നവൻ, ആഹ്ലാദം കൊള്ളുന്നവൻ ആണല്ലോ. അതുകൊണ്ട് ഇപ്രകാരം അനുപമങ്ങളായ അനേകം ഗുണങ്ങൾക്ക് ആസ്പദമായിട്ടുള്ള ശൗര്യേ, അങ്ങയ്ക്ക് നമസ്കാരം എന്ന് പറയാണ്. ശൗര്യേ എന്ന് പറഞ്ഞാൽ ശൂരത്വമുള്ളവൻ എന്നൊരർത്ഥം, ശൗര്യകുലത്തിൽ ജനിച്ചവൻ എന്നൊരു വേറൊരർത്ഥം. പല പല അർത്ഥങ്ങളും മഹാത്മാക്കൾ പറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഈശ്വരൻ ഗുരുവായൂരപ്പനാണ്. ഗുരുവായൂരപ്പന് ഈശ്വരനില്ല, കാരണം പരബ്രഹ്മൻ തന്നെയാണ് ഗുരുവായൂരപ്പൻ എന്ന് വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഭട്ടതിരിപ്പാട്. നമുക്കൊന്നുകൂടെ വായിക്കാം. കാരുണ്യാത് കാമമന്യം ദദതി ഖലു പരേ സ്വാത്മതസ്ത്വം വിശേഷാത് ഐശ്വര്യാദീശതേന്യേ ജഗതി പരജനേ സ്വാത്മനോപി ഈശ്വരസ്ത്വം ത്വയ്യുച്ചൈരാരമന്തി പ്രതിപദമധുരേ ചേതനാഃ സ്ഥിരഭാഗ്യാഃ ത്വം ച ആത്മാരാമ ഏവേത്യതുലഗുണഗണാധാര ശൗര്യേ നമസ്തേ. ത്വം ച ആത്മാരാമ ഏവേതി അതുലഗുണഗണാധാര ശൗര്യേ നമസ്തേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഈ 10ാമത്തെ ശ്ലോകം. ഐശ്വര്യം ശങ്കരാധീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജഃ സംഹാരി വീര്യം വിമലമപി യശോ നിസ്പൃഹൈശോഭഗീതം അംഗാ സംഗാ സദാ ശ്രീഃ അഖില വിദസി ന ക്വാപി തേ സംഗവാർത്താ തദ്വാദാകാരവാസിൻ മുരഹര ഭഗവത് ശബ്ദമുഖ്യാശ്രയോസി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. അവസാനത്തെ ശ്ലോകത്തിൽ ഗുരുവായൂരപ്പൻ സാക്ഷാൽ പരബ്രഹ്മൻ തന്നെ ഒന്നുകൂടി ഉറപ്പിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ് ഭട്ടതിരിപ്പാട്. ഇതിന്റെ പദം ഇങ്ങനെയാ മുറിക്കുക നോക്കാം. ആദ്യം ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണ. ഇവിടെ മുറിക്കാനൊന്നുമില്ല. തേജഃ സംഹാരി വീര്യം വിമലമപി യശോ നിസ്പൃഹൈശോഭഗീതം. ഇവിടെയും പദങ്ങളൊന്നും മുറിക്കാനില്ല. അംഗ സംഗ സദാ ശ്രീഹി അഖില വിദസി. ശ്രീരഖില അങ്ങനെ വായിക്കാൻ തെറ്റില്ല. പക്ഷെ ചിലവരൊക്കെ ശ്രീരഖില വായിക്കും. അങ്ങനെ വായിച്ചാൽ തെറ്റാണ്. അതുകൊണ്ടാണ് ശ്രീഹി അഖില വിദസി ന ക്വാപിതേ സംഗവാർത്ത തദ്വാദാകാരവാസിൻ. അവിടെയും പദം മുറിച്ച് വായിച്ചാൽ എളുപ്പത്തിൽ വായിക്കാൻ പറ്റും, അർത്ഥവും മനസ്സിലാക്കാൻ പറ്റും. തത് വാദാകാരവാസിൻ, തദ്വാദാകാരവാസിൻ, തത് വാതാകാരവാസിൻ മുരഹര ഭഗവത് ശബ്ദ. ഭഗവത് ശബ്ദ മുഖ്യാശ്രയോസി എന്ന് വായിക്കാം. അപ്പോൾ എളുപ്പത്തിൽ വായിക്കാനായിക്കൊണ്ട് സാധിക്കും. ഇതിൻ്റെ ഒരു അർത്ഥം കൂടി നോക്കിയാലോ. ഭഗവാനെ, അവിടുത്തെ ഐശ്വര്യം, ഈശ്വരത്വം, സ്വാമിത്വം, ശ്രീ പരമേശ്വരൻ മുതലായ ഈശ്വരന്മാരെ കൂടി വിശേഷിച്ചും നിയമിക്കുന്നത്
തൻ്റെ ചൊൽപ്പടിക്ക് നിർത്തുന്നതാകുന്നുവല്ലോ ഗുരുവായൂരപ്പ. അവിടുത്തെ ആ സ്വാമിത്വം, ആ ഈശ്വരത്വം കാരണം അവരെല്ലാവരും അങ്ങയുടെ മുന്നിൽ നിന്ന് ഉച്ചാനിച്ച് നിൽക്കുന്നില്ലേ ഗുരുവായൂരപ്പ. അവിടുത്തെ വീര്യം സർവ തേജസ്സുകളെയും പിടിച്ചടക്കുന്നവരുടെ തേജസ്സിനെയും കീഴ്പ്പെടുത്തുന്നു. ഭഗവാന്റെ തേജസ്സിനെ കുറിച്ച് പറയുകയാണ് ഇവിടെ. തേജസ് സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, അഗ്നിക്കുണ്ട്, മറ്റുള്ള ദേവന്മാർക്കുമൊക്കെ തേജസ്സുണ്ട്. പക്ഷെ എല്ലാവരുടെ തേജസ്സിനെയും ഗുരുവായൂരപ്പന്റെ തേജസ് കീഴ്പ്പെടുത്തുന്നു. പിന്നെ സംശുദ്ധമായ യശസ്സും നിസ്പൃഹന്മാർ എന്ന് പറഞ്ഞാൽ ഒന്നിലും ആഗ്രഹമില്ലാത്ത സിദ്ധന്മാരാൽ പോലും പുകഴ്ത്തപ്പെട്ടതത്രേ. വാസ്തവത്തിൽ ഒന്നിലും കാംക്ഷ, ഒന്നിലും ആഗ്രഹമില്ലാത്ത സിദ്ധന്മാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ അങ്ങയുടെ യശസ്സിനെ കീർത്തിക്കുന്നുണ്ട് ഗുരുവായൂരപ്പ. സാക്ഷാൽ ലക്ഷ്മി ദേവി ഏത് കാലത്തും അവിടുത്തെ തിരുവുടലിനോട് താത്പര്യം കാട്ടിക്കൊണ്ട് വർത്തിക്കുന്നു. ശ്രീ സദാ അംഗസംഗ, ശ്രീഹി സദാ അംഗസംഗ. സാക്ഷാൽ ലക്ഷ്മി ദേവി എക്കാലത്തും അവിടുത്തെ തിരുവുടലിനോട് താല്പര്യം കാണിച്ചുകൊണ്ട് വിട്ടുപിരിയാതെ ഇരിക്കുന്നില്ലേ. അഖില ഇത് അസി, അങ്ങ് സർവജ്ഞനാണ്. വാർത്താതെ, ഒരാസക്തിയും അങ്ങയ്ക്കുള്ളത് പോലെ കേട്ടിട്ടേയില്ല. അതുകൊണ്ട് തത് വാതാകാരവാസിൻ, വാതാകാരം എന്ന് പറഞ്ഞാല് ഗുരുവായൂരപ്പൻ, വാസിൻ വസിക്കുന്നവൻ. അപ്പോൾ വാതാകാരവാസിൻ എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ എന്നാണ് അർത്ഥം. തത് വാതാകാരവാസിൻ. അതുകൊണ്ട് ഹേ ഗുരുവായൂരപ്പ, അല്ലയോ ഗുരുവായൂരപ്പ, മുരഹരാ, മുരൻ നസുരനെ ഹരിച്ചവനെ, മുരാന്തക, ഭഗവത് ശബ്ദം, ഭഗവത് ശബ്ദം, ഭഗവാൻ എന്ന പേരിന് മുഖ്യാശ്രയ അസി, മുഖ്യ ആശ്രയമാകുന്നുവല്ലോ അവിടുന്ന്. ഹേ ഗുരുവായൂരപ്പ, 6 ഗുണങ്ങളുള്ള അവിടുത്തെ അല്ലേ ഭഗവാൻ എന്ന് പറയേണ്ടത്. അപ്പൊ എന്തൊക്കെയാണ് 6 ഗുണങ്ങള്? ഐശ്വര്യസ്യ, സമഗ്രസ്യ, ധീര്യസ്യ, യശഃ, ശ്രിയഃ, ജ്ഞാനവിജ്ഞാനയോശ്ചൈവ ഷണ്ണാം ഭഗ ഇതീരിണ എന്നാണ് ഈ 6 ഗുണങ്ങൾക്ക് അല്ലെങ്കിൽ ഭഗങ്ങൾക്ക് അർത്ഥം കൊടുത്തിരിക്കുന്നത്. ഈ 6 ഭഗങ്ങൾ, 6 ഗുണങ്ങൾ ഉള്ളവനാണ് വാസ്തവത്തിൽ ഭഗവാൻ എന്ന ആ സ്ഥാനത്തിന് അർഹനാകുന്നത് എന്ന് മഹാത്മാക്കളൊക്കെ പറയുന്നുണ്ട്. അത് തന്നെയാണ് ഭട്ടതിരിപ്പാട് ഇവിടെ പറയുന്നത്. ഹേ ഗുരുവായൂരപ്പ, അങ്ങയ്ക്ക് ഐശ്വര്യമുണ്ട്, അങ്ങയ്ക്ക് വീര്യമുണ്ട്, അങ്ങയ്ക്ക് യശസ്സുണ്ട്, അങ്ങയ്ക്ക് ശ്രീയുണ്ട്, ജ്ഞാനം, വിജ്ഞാനം, ഈ 6 ഭഗങ്ങളും ഉള്ളത് തന്നെയാണ് ഭഗവാൻ എന്ന് പറയുക. അതുകൊണ്ട് ഈ 6 ഗുണങ്ങളും തികഞ്ഞ ഹേ ഗുരുവായൂരപ്പ, അവിടുന്ന് തന്നെയാണ് ഭഗവാൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലല്ലോ. കൃഷ്ണ, ഗുരുവായൂരപ്പ, ഉണ്ണിക്കണ്ണ എന്നൊക്കെ ഭഗവാനെ അഭിസംബോധന ചെയ്തുകൊണ്ട് 1-ാമത്തെ ദശകം ഭട്ടതിരിപ്പാട് വളരെയധികം സന്തോഷത്തോടു കൂടിയും വിനയത്തോടു കൂടിയിട്ടും ആനന്ദത്തോടു കൂടിയിട്ടും ആ ഉണ്ണിക്കണ്ണന്റെ തൃക്കാലുകൾ സമർപ്പിച്ചു. ഭഗവാനും സന്തോഷമായി, ഭട്ടതിരിപ്പാടുക്കും സന്തോഷമായി. ഭഗവാൻ തലകുലുക്കി സമ്മതിച്ചുകൊണ്ട് ശ്രീലകത്ത് പോയിരുന്നു ഭട്ടതിരിപ്പാടും. അന്നത്തെ രചന പൂർത്തിയാക്കിയ ശേഷം ആ ശ്രീലക കാതിൽ മണത്തിൽ നിന്ന് മെല്ലെ ഇറങ്ങി അനുജന്റെ സഹായത്തോടുകൂടി സ്വന്തം പാർപ്പിടസ്ഥലത്തേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു എന്നാണ് ഭക്തന്മാർക്ക് പറയാനുള്ളത്. ഏതായാലും ഈ സർഗം വളരെയധികം ഗംഭീരമായിട്ട് ഗുരുവായൂരപ്പൻ സാക്ഷാൽ പരബ്രഹ്മം തന്നെയാണ്. പരബ്രഹ്മത്തിനെ കിട്ടാൻ അത് അന്വേഷിച്ചാലും കിട്ടില്ല. തപസ് ചെയ്യണം, കുറേ കാലം മനഃശുദ്ധി വരണം. എന്നാലേ പരബ്രഹ്മത്തിനെ ഒരു സെക്കൻഡൊക്കെയാണ് അത്രേ തെളിഞ്ഞു കാണുക. പക്ഷേ ഭട്ടതിരിപ്പാട് പറയുന്നു, ഇവിടെ ഗുരുവായൂർക്ക് വരൂ, ഈ ഗുരുവായൂരപ്പനെ നേരിട്ട് നല്ലപോലെ ഒന്ന് കാണൂ. കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ ഗുരുവായൂരപ്പന്റെ
പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് അവിടുന്ന് മാത്രമേ ആശ്രയുള്ളൂ എൻ്റെ മഹാപ്രഭോ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചാൽ മതി. ഭഗവാൻ നമ്മളെ നോക്കും. ഭഗവാൻ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ മോക്ഷപ്രാപ്തിക്ക് നമ്മൾ എവിടെയും പോകേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞു തരുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ അത് സാധിക്കുമായിരുന്നു. 400-450 കൊല്ലങ്ങൾക്ക് മുമ്പാണല്ലോ മഹത്തരമായിട്ടുള്ള നാരായണീയം എന്ന ഈ കാവ്യസ്തോത്രം ഗുരുവായൂരപ്പന് ഭഗവാനായ ഗുരുവായൂരപ്പന് ഭട്ടതിരിപ്പാട് സമ്മാനിച്ചത്. അല്ലെങ്കിൽ നവനീതം, നാരായണീയം എന്ന നവനീതം ആ കുഞ്ഞുകൈകളിൽ വെച്ചു കൊടുത്തത്. പക്ഷെ ഇന്നത്തെ കാലത്ത് അത് പറ്റില്ലല്ലോ നമുക്കൊക്കെ. അപ്പൊ നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങൾ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. ആ ഗുരുവായൂര് എത്തിക്കഴിഞ്ഞാൽ തന്നെ പുണ്യമാണ്. ആ മണ്ണിൽ ചവിട്ടിക്കഴിഞ്ഞാൽ എത്രയെത്രയോ പുണ്യമാണ്. പിന്നെ കൊടിമരത്തിന്റെ അടുത്ത് പോയി നിന്നും കൊണ്ട്, ഹേ മഹാപ്രഭു കൃഷ്ണ, ഉണ്ണിക്കണ്ണ, ഗുരുവായൂരപ്പ, എനിക്ക് കാണാൻ പറ്റത്തില്ല അങ്ങേ, പക്ഷെ അങ്ങനെ നോക്കണേ എന്ന് പറഞ്ഞിട്ട് മനസ്സൊരുക്കി വിളിച്ചാൽ ഗുരുവായൂരപ്പൻ നേരിട്ട് വന്ന് നമ്മളെ അനുഗ്രഹിക്കും എന്ന് മഹാത്മാക്കൾ നമുക്ക് നല്ലൊരു ധൈര്യം തരുന്നുണ്ട്. ആ ധൈര്യത്തിൽ കൂടെ മുന്നോട്ട് പോകാം നമുക്കൊക്കെ. ഈ ഗുരുവായൂരപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗുരുവായൂരപ്പന്റെ കൃപ എല്ലാവർക്കും കിട്ടട്ടെ. ആയുരാരോഗ്യ സൗഖ്യങ്ങൾ എല്ലാവർക്കും വാരിക്കോരി തരട്ടെ നമ്മുടെ ഉണ്ണിക്കണ്ണൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവ്വതും ആ ഭഗവത് തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരി ഓം. നാരായണ 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 നാരായണ. ഹരേ ഗുരുവായൂരപ്പ ശരണം.